ബാക്കി ഭാഗങ്ങൾ ആരംഭിക്കാം. കണ്ണിൻ്റെ ഭാഗങ്ങളാണ് നാം പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ പ്യൂപ്പിൾ വരെ നാം പഠിച്ചു കഴിഞ്ഞു. അടുത്തത് ലെൻസ് ആണ് പഠിക്കാനുള്ളത്. ഇനിയും ഒരുപാട് ഭാഗങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അവ ഓരോന്നായി പഠിച്ചു തുടങ്ങാം. അടുത്ത ഭാഗം ലെൻസാണ്. സുതാര്യവും ഇലാസ്തികതയുമുള്ളതുമായ കോൺവെക്സ് ലെൻസാണ്. സുതാര്യം എന്ന് പറഞ്ഞാൽ പ്രകാശത്തെ കടത്തിവിടുന്നു. ഇലാസ്തികതയുള്ളത് എന്ന് പറഞ്ഞാൽ റബ്ബർ ബാൻഡ് പോലെ. കോൺവെക്സ് ലെൻസാണ്. കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞാൽ നടുഭാഗം പുറമേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലുള്ള ലെൻസാണ്. സ്നായുക്കൾ എന്ന ചരടുകൾ വഴി സീലിയറി പേശികളുമായി ബന്ധിച്ചിരിക്കുന്നു. സ്നായുക്കൾ എന്ന പേരുള്ള ഒരു ചരട് പോലുള്ള നാഡികൾ വഴി സീലിയറി പേശികളുമായി ബന്ധിച്ചിരിക്കുകയാണ് ലെൻസ്. ലെൻസ് ഉറപ്പിച്ചിരിക്കുന്നത് സീലിയറി പേശികളുമായിട്ടാണ്. അതിന് സീലിയറി പേശിയും ലെൻസുമായിട്ടുള്ള ബന്ധമാണ് സ്നായുക്കൾ. അടുത്തത് സീലിയറി പേശികളാണ്. ലെൻസിനെ ചുറ്റിയുള്ള വൃത്താകൃതിയിലുള്ള പേശികൾ ലെൻസിനെ ചുറ്റുപാടും ചുറ്റിയിട്ടുണ്ടായിരിക്കും. ഇവയുടെ സങ്കോചവും വിശ്രമാവസ്ഥ പ്രാപിക്കലും ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കുന്നു. ലെൻസിൻ്റെ ആകൃതി കൂട്ടാനും കുറയ്ക്കാനും വലുപ്പം കൂട്ടാനും കുറയ്ക്കാനും ഈ സീലിയറി പേശികളുടെ സങ്കോചവും വിശ്രമാവസ്ഥ പ്രാപിക്കലുമാണ്. എന്ന് വച്ചാൽ സീലിയറി പേശികളുടെ നീളം കൂടുന്നതും കുറയുന്നതും ലെൻസിൻ്റെ ആകൃതി കൂട്ടാനും കുറയ്ക്കാനും സഹായിക്കുന്നു. അടുത്തത് പീതബിന്ദുവാണ്. റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ് പീതബിന്ദു. റെറ്റിനയിൽ പ്രകാശം പതിക്കുമ്പോൾ ആ ഭാഗത്തെ കോശങ്ങൾ ഉണരുന്നു. ആ കോശങ്ങളാണ് നമ്മുടെ തലച്ചോറിലേക്ക് സന്ദേശങ്ങൾ അയച്ച് എന്താണ് നാം കാണുന്നതെന്ന് നമുക്ക് വ്യക്തമായി കാണിച്ചു തരുന്നത്. അപ്പോൾ പീതബിന്ദുവിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്നു. അവിടെയാണ് പ്രതിബിംബത്തിന് ഏറ്റവും കൂടുതൽ തെളിമയുള്ളത്. അടുത്തത് അന്ധബിന്ദുവാണ്. റെറ്റിനയിൽ നിന്ന് നേത്രനാഡി ആരംഭിക്കുന്ന ഭാഗമാണ് അന്ധബിന്ദു. ഇവിടെ പ്രകാശഗ്രാഹികളില്ലാത്തതിനാൽ കാഴ്ചയില്ല. ഇവിടേക്ക് പ്രകാശം എത്തിയാലും ഗ്രാഹികൾ ഇല്ലാത്തത് കൊണ്ട് സന്ദേശങ്ങൾ കൈമാറാൻ സാധിക്കില്ല. ആ പേര് തന്നെ അന്ധബിന്ദു എന്നാണ്, അഥവാ കാഴ്ചയ്ക്ക് സഹായിക്കുന്നില്ല എന്നർത്ഥം. അടുത്ത ഭാഗം നേത്രനാഡിയാണ്. പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുകയാണ് നേത്രനാഡിയുടെ ധർമ്മം. പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നുള്ള എന്ന് വച്ചാൽ പീതബിന്ദുവിൽ നിന്നുള്ള ആവേഗങ്ങളെ അഥവാ സന്ദേശങ്ങളെ തലച്ചോറിൻ്റെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നു. കാഴ്ചയുടെ കേന്ദ്രം ഏതാണ്? മസ്തിഷ്കത്തിൽ നാം പഠിച്ചിട്ടുണ്ടല്ലോ, ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന ഭാഗം ഏതാണ്? സെറിബ്രം അല്ലേ? അപ്പോൾ കാഴ്ചയുടെ കേന്ദ്രമായ സെറിബ്രത്തിലേക്ക് കൊണ്ടുപോകുകയാണ് നേത്രനാഡിയുടെ ധർമ്മം. ഇപ്പോൾ നാം കണ്ണിൻ്റെ ഭാഗങ്ങളും അവയുടെ ധർമ്മങ്ങളും പഠിച്ചു കഴിഞ്ഞല്ലോ. ഇനി ഓരോ ഭാഗങ്ങളായി നമുക്കൊന്ന് നോക്കാം. ആദ്യത്തേത് കൺജക്റ്റൈവ, കോർണിയ, ഐറിസ്, പ്യൂപ്പിൾ, ലെൻസ്, സീലിയറി പേശികൾ, പീതബിന്ദു, അന്ധബിന്ദു, നേത്രനാഡി. എല്ലാ ഭാഗങ്ങളുമായില്ലേ? ഇനി അവയുടെ ധർമ്മങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയിലില്ലേ? അടുത്തത് കണ്ണിലെ ദ്രവങ്ങളെക്കുറിച്ചാണ് നാം പഠിക്കാൻ പോകുന്നത്. ആദ്യത്തേത് അക്വസ് ദ്രവം. അക്വസ് ദ്രവം എവിടെയാണെന്ന് പറയാം. കോർണിയയ്ക്കും ലെൻസിനും ഇടയിലെ അക്വസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ജലം പോലുള്ള ദ്രവമാണ് അക്വസ് ദ്രവം. അക്വസ് എന്ന് പറഞ്ഞാൽ കോർണിയയ്ക്കും ലെൻസിനും ഇടയിലാണ്. അത് ജലം പോലുള്ള ഒരു ദ്രവമാണ്. ഇത് രക്തത്തിൽ നിന്ന് രൂപം കൊണ്ട് രക്തത്തിലേക്ക് തന്നെ പുനരാകിരണം ചെയ്യപ്പെടുന്നു. രക്തത്തിൽ നിന്നാണ് അത് നിർമ്മിക്കപ്പെടുന്നത്. അതിൽ അവശിഷ്ടങ്ങൾ വല്ലതും വരുന്നുണ്ടെങ്കിൽ തിരിച്ച് അത് രക്തത്തിലേക്ക് തന്നെ
പുനരാകിരണം ചെയ്യപ്പെടുന്നു. കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുകയാണ് അക്വസ് ദ്രവത്തിൻ്റെ ധർമ്മം. അടുത്തത് വിട്രിയസ് ദ്രവമാണ്. അതിൻ്റെ സ്ഥാനം എവിടെയാണെന്ന് നമുക്ക് നോക്കാം. ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലുള്ള വിട്രിയസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ജെല്ലി പോലുള്ള ദ്രവം. അപ്പോൾ ലെൻസിൻ്റെയും റെറ്റിനയുടെയും ഇടയിലുള്ള വലിയ വിട്രിയസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് വിട്രിയസ് ദ്രവം. അത് ജെല്ലി പോലെയാണ്. ജെല്ലി പോലെയുള്ളത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കണ്ണിൻ്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുകയാണ് വിട്രിയസ് ദ്രവത്തിൻ്റെ ധർമ്മം. അപ്പോൾ അക്വസ് ദ്രവത്തിൻ്റെ ധർമ്മം എന്തായിരുന്നു? കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നു. അപ്പോൾ വിട്രിയസ് ദ്രവത്തിൻ്റെ ധർമ്മം കണ്ണിൻ്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നു. അപ്പോൾ നാം എന്തെല്ലാം പഠിച്ചു കഴിഞ്ഞു? കണ്ണിലെ പാളികളും അവയുടെ ധർമ്മവും, ലെൻസിൻ്റെയും കോർണിയയുടെയും സ്ഥാനവും സവിശേഷതയും, ഐറിസിൻ്റെയും പ്യൂപ്പിളിൻ്റെയും സ്ഥാനവും പ്രത്യേകതയും, കണ്ണിലെ ദ്രവങ്ങളുടെ സ്ഥാനവും അവയുടെ ധർമ്മവും. അടുത്തത് കണ്ണിലെ പ്രകാശത്തിൻ്റെ ക്രമീകരണത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. നമ്മുടെ കണ്ണിലേക്ക് ഒരു ടോർച്ച് അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണ് നാം ചിമ്മാറുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? കൂടുതൽ പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് പതിക്കുമ്പോൾ അത് നമ്മുടെ കണ്ണുകൾക്ക് താങ്ങാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണിനുള്ളിൽ പലതരത്തിലുള്ള സജ്ജീകരണങ്ങളുണ്ട്. കൂടിയ അളവിൽ പ്രകാശം പ്രവേശിക്കുന്നത് കണ്ണിലെ കലകൾക്ക് ദോഷകരമാണ്. അതുകൊണ്ട് ഐറിസും അതിൻ്റെ മധ്യഭാഗത്തുള്ള പ്യൂപ്പിൾ എന്ന സുഷിരവും കണ്ണിലേക്ക് പതിക്കുന്ന പ്രകാശത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നു. മങ്ങിയ പ്രകാശത്തിലും തീവ്രപ്രകാശത്തിലും പ്യൂപ്പിളിന് വലിയ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്കൊന്ന് വിശകലനം ചെയ്തു നോക്കാം. മങ്ങിയ പ്രകാശത്തിൽ പ്യൂപ്പിളിനുണ്ടാകുന്ന മാറ്റം നോക്കൂ. പ്യൂപ്പിൾ വികസിക്കുന്നു. കുറഞ്ഞ പ്രകാശത്തിൽ പ്യൂപ്പിൾ വികസിക്കുന്നു. തീവ്രപ്രകാശത്തിൽ പ്യൂപ്പിളിനുണ്ടാകുന്ന മാറ്റം നോക്കൂ. പ്യൂപ്പിൾ ചുരുങ്ങുന്നു. പ്രകാശം കൂടുമ്പോൾ പ്യൂപ്പിൾ ചുരുങ്ങുന്നു. അതിൻ്റെ കാരണങ്ങൾ എന്തായിരിക്കും? ഐറിസിലെ 2 പേശികളുടെ പ്രവർത്തനമാണ് പ്യൂപ്പിളിൻ്റെ വലിപ്പം കൂട്ടാനും കുറയ്ക്കാനും സഹായിക്കുന്നത്. ആ 2 പേശികളാണ് റേഡിയൽ പേശികളും വലയ പേശികളും. ഐറിസിലെ വലയ പേശികളുടെയും റേഡിയൽ പേശികളുടെയും പ്രവർത്തനത്തിലൂടെയാണ് പ്യൂപ്പിളിൻ്റെ വലുപ്പം ക്രമീകരിക്കുന്നത്. മങ്ങിയ പ്രകാശത്തിൽ റേഡിയൽ പേശികൾ സങ്കോചിക്കുമ്പോൾ പ്യൂപ്പിൾ വികസിക്കുന്നു. തീവ്രപ്രകാശത്തിൽ വലയ പേശികൾ സങ്കോചിക്കുമ്പോൾ പ്യൂപ്പിൾ ചുരുങ്ങുന്നു. രണ്ടും സങ്കോചനമാണ് നടക്കുന്നത്. പക്ഷേ 2 തരത്തിലുള്ള പേശികളാണ് റേഡിയൽ പേശികളും വലയ പേശികളും. അപ്പോൾ മങ്ങിയ പ്രകാശത്തിൽ റേഡിയൽ പേശികളാണ് സങ്കോചിക്കുന്നത്. തീവ്രപ്രകാശത്തിൽ വലയ പേശികളാണ് സങ്കോചിക്കുന്നത്. അങ്ങനെ പ്രകാശ തീവ്രതയ്ക്ക് അനുസരിച്ച് ലെൻസിലേക്കുള്ള പ്രകാശത്തിൻ്റെ അളവ് നിയന്ത്രിക്കപ്പെടുന്നത് ഈ പ്യൂപ്പിളിൻ്റെ മാറ്റത്തിലൂടെയാണ്. വലുതാകുന്നതിലൂടെയും ചെറുതാകുന്നതിലൂടെയുമാണ് കണ്ണിലേക്ക് എത്തുന്ന പ്രകാശത്തിൻ്റെ അളവ് ക്രമീകരിക്കപ്പെടുന്നത്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായില്ലേ?